Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ വരും വരെ ഞങ്ങളത് നിനക്ക് വേണ്ടി വച്ചേക്കാം. നീ വരും വരെ ഞങ്ങളത് നിനക്ക് വേണ്ടി വച്ചേക്കാം. We will keep it for you until you come. We will keep it for you until you come. Until you come. നീ വരുന്നത് വരെ വി വിൽ കീപ്പ് ഇറ്റ് ഫോർ യു, നിനക്ക് വേണ്ടി ഞങ്ങൾ അത് വെച്ചേക്കാം അല്ലെങ്കിൽ വെക്കാം. ഇത് ഉയർത്താൻ അല്ലെങ്കിൽ പൊന്തിക്കാൻ എനിക്കൊരു കൈ തരാമോ? ഇവിടെ നമ്മളൊരു സഹായം ആവശ്യപ്പെടുകയാണ്. ഇത് ഉയർത്താൻ അല്ലെങ്കിൽ പൊന്തിക്കാൻ എനിക്കൊരു കൈ തരാമോ? ക്യാൻ യു ഗിവ് മീ എ ഹാൻഡ് ടു ലിഫ്റ്റ് ദിസ്? ക്യാൻ യു ഗിവ് മീ എ ഹാൻഡ് ടു ലിഫ്റ്റ് ദിസ്? ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പൊന്തിക്കുക. അപ്പോ ക്യാൻ യു ഗിവ് മീ എ ഹാൻഡ്, എനിക്കൊരു കൈ തരാമോ, അതായത് സഹായിക്കാമോ, ടു ലിഫ്റ്റ് ദിസ്, ഇതിനെ പൊന്തിക്കാൻ. നമ്മുടെ ലഗേജിന് മേൽ ഒരു കണ്ണ് വെച്ചേക്ക്. നമ്മുടെ ലഗേജിന് മേൽ ഒരു കണ്ണ് വെച്ചേക്ക്. കീപ്പ് എൻ ഐ ഓൺ ആർ ലഗേജ്. കീപ്പ് എൻ ഐ ഓൺ ആർ ലഗേജ്. ഇവിടെ നമ്മൾ ലഗേജ് എന്ന് നീട്ടിയിട്ട് പറയരുത്. ഓക്കെ, അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ലഗേജ്, ലഗേജ് എന്നാണ്. അതേപോലെ ബാഗേജ് എന്ന് പറയരുത്, ബാഗേജ്, ബാഗേജ്. ഈ ലഗേജ് ആൻഡ് ബാഗേജ് രണ്ടിന്റെയും മീനിങ് ഒന്നാണ്. യു എസിൽ മെയിൻ ആയിട്ട് ബാഗേജ് എന്നാണ് പറയുക, യു കെയിൽ ലഗേജ്. പക്ഷെ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ. അവൻ പറയുന്നതിന് യാതൊരു പരിഗണനയും കൊടുക്കേണ്ട. അവൻ പറയുന്നതിന് യാതൊരു പരിഗണനയും കൊടുക്കേണ്ട. ഡോണ്ട് പേ എനി അറ്റൻഷൻ ടു വാട്ട് ഹി സേസ്. ഡോണ്ട് പേ എനി അറ്റൻഷൻ ടു വാട്ട് ഹി സേസ്. പേ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അപ്പോൾ പേ അറ്റൻഷൻ ടു യുവർ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. ഇവിടെ നമ്മൾ പറയുന്നത് ഡോണ്ട് പേ എനി അറ്റൻഷൻ, അതായത് യാതൊരു ശ്രദ്ധയും അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവൻ പറയുന്നത് കാര്യമാക്കേണ്ട. ഡോണ്ട് പേ എനി അറ്റൻഷൻ ടു വാട്ട് ഹി സേസ്. ഇവിടെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ സേസ് എന്ന് പറയരുത്. SAYS എന്ന് പറഞ്ഞാൽ പറയുന്നത്. സോ സേസ് അല്ല, സേസ്. അത് ഷോർട്ട് ആയിട്ട് പറയണം. ഓക്കെ, സോ ഡോണ്ട് പേ എനി അറ്റൻഷൻ ടു വാട്ട് ഹി സേസ്. അതുപോലെ അവനെ കാര്യമായി എടുക്കേണ്ട. അവനെ കാര്യമായി എടുക്കേണ്ട. ഡോണ്ട് ടേക്ക് ഹിം സീരിയസ്ലി. ഡോണ്ട് ടേക്ക് ഹിം സീരിയസ്ലി. അപ്പോൾ ഒരാളെ കാര്യമായി എടുക്കേണ്ട എന്ന് പറയുന്നതിനെയാണ് ഡോണ്ട് ടേക്ക് ഹിം സീരിയസ്. നമ്മൾ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടുണ്ട്. We have met once before this. We have met once before this. Once എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം എന്നതിനെ വൺ ടൈം എന്ന് പറയാനേക്കാട്ടിയും ബെറ്റർ ആണ് once. We have met once before this. ഇതിനു മുൻപ് നമ്മൾ ഒരു പ്രാവശ്യം, വൺസ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്റ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ്, MET. അതായത് പണ്ട് മീറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, മെറ്റ്. ഇവിടെ അടുത്ത് കാറ് വാടകയ്ക്കെടുക്കാനുള്ള സൗകര്യമുണ്ടോ അല്ലെങ്കിൽ സംവിധാനമുണ്ടോ? ഇവിടെ അടുത്ത് കാറ് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ അടുത്ത് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Is there a rent a car facility near here? Facility, സംവിധാനം. Near here, ഇവിടെ അടുത്ത്. Is there, ഉണ്ടോ? അവൻ പുകവലിക്കില്ല എന്ന് മാത്രമല്ല കുടിക്കത്തുമില്ല. അവൻ പുകവലിക്കില്ല എന്ന് മാത്രമല്ല കുടിക്കത്തുമില്ല, അതായത് മദ്യപിക്കില്ല. He neither smokes nor drinks. He neither, neither അല്ലെങ്കിൽ neither അങ്ങനെയും പറയാം നിങ്ങൾക്ക്. He neither smokes nor drinks. അപ്പോ neither smokes, പുകവലിക്കില്ല, nor എന്ന് മാത്രമല്ല കുടിക്കത്തുമില്ല. സോ he neither smokes nor drinks. ഇതിന്റെ ഒരു വേരിയേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ പുകവലിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കുമോ? അപ്പൊ ഞാൻ പറയാണ്, I neither smoke nor drink. I neither smoke nor drink. ഇവിടെ നമ്മൾ ഈ രണ്ട് സെന്റൻസിന്റെയും വ്യത്യാസം നോക്കുകയാണെങ്കിൽ, he ഉപയോഗിച്ചപ്പോ he neither സ്മോക്സ് എന്നാണ് പറഞ്ഞത്, പ്ലൂറൽസ്. സ്മോക്കിനോട് കൂടി എസ് ചേർത്തു, ഡ്രിങ്കിന് കൂടെ എസ് ചേർത്തു. പക്ഷെ ഐ വന്നപ്പോ ഐ നീദർ
smoke nor drink. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കൺഫ്യൂസിംഗ് ആണെങ്കിൽ ഇതിന് പകരമായി വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഐ ഡോണ്ട് സ്മോക്ക് ഓർ ഡ്രിങ്ക്, അല്ലെങ്കിൽ ഹി ഡസന്റ് സ്മോക്ക് ഓർ ഡ്രിങ്ക്. എനിക്കിത് പകുതി സമയം കൊണ്ട് തീർക്കാൻ പറ്റും. എനിക്കിത് പകുതി സമയം കൊണ്ട് തീർക്കാൻ പറ്റും. I can finish this in half the time. I can finish this in half the time. Half the time എന്ന് പറഞ്ഞാൽ പകുതി സമയം കൊണ്ട് I can finish this. എനിക്കിത് തീർക്കാൻ പറ്റും. അവൾ മനസ്സില്ലാ മനസ്സോടെ അവന്റെ കൂടെ പോയി. അവൾ മനസ്സില്ലാ മനസ്സോടെ അവന്റെ കൂടെ പോയി. She reluctantly went with him. She reluctantly went with him. Reluctantly എന്ന് പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ. Went with him. അവന്റെ കൂടെ പോയി. Went എന്നത് go എന്ന വാക്കിന്റെ past tense ആണ്. അപ്പൊ പോയി എന്ന് പറയുമ്പോൾ went. അയാൾക്ക് നമ്മളെ വീണ്ടും കാണണമത്രേ. അയാൾക്ക് നമ്മളെ വീണ്ടും കാണണമത്രേ. He wants to see us again. He wants to see us again. ഞാൻ ചോദിക്കാൻ മറന്നു, കുടിക്കാൻ എന്താണ് ഇഷ്ടം? ഞാൻ ചോദിക്കാൻ മറന്നു, കുടിക്കാൻ എന്താണ് ഇഷ്ടം? I forgot to ask, what would you like to drink? I forgot to ask. ഞാൻ ചോദിക്കാൻ മറന്നു, what would you like to drink? നിങ്ങൾക്ക് കുടിക്കാൻ എന്താണ് ഇഷ്ടം? എനിക്ക് നിന്റെ കൂടെ വരണമെന്നുണ്ട്. എനിക്ക് നിന്റെ കൂടെ വരണമെന്നുണ്ട്. I would like to come with you. I would like to come with you. നീ എന്റെ കൂടെ വരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നീ എന്റെ കൂടെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like you to come with me. I would like you to come with me. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് I would like to come with you. എനിക്ക് നിന്റെ കൂടെ വരാൻ ഇഷ്ടമാണ്. ഇപ്പൊ പറയുന്നത് I would like you to come with me. നീ എന്റെ കൂടെ വരുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.